വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മലയാളം നിങ്ങളെ കേരള പാഠാവലി കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് ലിങ്കിൽ മണ്ണിൻ്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡെയ്സി ചെടി എന്നീ 3 ചാപ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കയറി കാണണേ. ഇതിനകത്തിൽ 3 പാഠമുണ്ട്. അപ്പം മൊത്തം 6 പാഠത്തിൻ്റെ നോട്ട് ഞാൻ തന്നിട്ടുണ്ട്. കേരള പാഠാവലിയാണ് കേട്ടോ. അടിസ്ഥാന പാഠാവലിയുടെ 1-2 ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അടിസ്ഥാന പാഠാവലിയുടെ നോട്ട് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. വേണ്ടുന്നവർ ഇതുവരെ നോട്ട് കിട്ടിയിട്ടില്ലാത്തവർ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇപ്പം ഞാൻ ലിങ്ക് ഞാൻ എൻ്റെ ചാനൽ നോക്കിയപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും നോട്ട് തന്നിട്ടില്ല, ഞാൻ ഇട്ടിട്ടില്ല എന്നെനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാവും നിങ്ങളെ ഞാൻ ഈ നോട്ട് എഴുതി അയക്കുന്നത്. നിങ്ങൾ കിട്ടാത്തതിൻ്റെയൊക്കെ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ, അല്ലാതെ ഞാൻ അറിയത്തില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഏത് നോട്ടാണോ കിട്ടാത്തത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറ. കൂടുതൽ പേര് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അനുസരിച്ച് നോട്ട് തയ്യാറാക്കിയിടാം കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കട്ടോ നിങ്ങളെ. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായെന്ന് എന്താ കമൻറ്റ് ബോക്സിൽ പറയാത്തത്? കമൻറ്റ് ബോക്സിൽ ആരും ഒന്നും എഴുതാത്തത് എന്താ? അതുപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഇത് കാണുന്നവർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്താ ഇത് ആദ്യമേ പറയാത്തതെന്ന്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലോ നിങ്ങളെ. എൻ്റെ ക്ലാസ് കാണുന്ന മിക്ക ഉള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത് പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ കേരള പാഠാവലിയാണ് മലയാളത്തിൻ്റെ, അതായത് മലയാളം ഫസ്റ്റ്. ഈ കേരള പാഠാവലി എന്ന് വെച്ചാൽ മലയാളം ഫസ്റ്റാണ്. അടിസ്ഥാന പാഠാവലി എന്ന് വെച്ചാൽ മലയാളം സെക്കൻഡാണ് കേട്ടോ. 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതിലെ കേരള പാഠാവലിയുടെ ആദ്യത്തെ 3 ചാപ്റ്റർ, അതായത് മണ്ണിൻ്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡെയ്സി ചെടി എന്നീ 3 പാഠങ്ങളുടെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എഴുതാത്തവർ ആ ലിങ്ക് എഴുതി എടുക്കണേ. എൻ്റെ ആ ചാനലിൽ കിടപ്പുണ്ട്, എടുക്കണേ. എന്നിട്ട് നോക്കിക്കേ, നമുക്ക് അടുത്ത പാഠം നോക്കാം. വായുവില്ലാത്ത ലോകം. ഇത് എഴുതിയത് ആരാന്നറിയോ? കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാരെ അറിയാത്ത ആൾക്കാർ വല്ലതും ഉണ്ടോ? മലയാളികളുണ്ടോ? നിങ്ങൾക്കറിയാമോ? നിങ്ങളെ ഞാൻ ഈ പറഞ്ഞെങ്കിൽ നിങ്ങൾക്കറിയാമോ? കുഞ്ചൻ നമ്പ്യാർ നമ്മൾ ഫലിതം ഉണ്ടല്ലോ, ഫലിതം പറയുന്ന ഒരു എഴുത്തുകാരനാണ് ആരാ? കുഞ്ചൻ നമ്പ്യാർ. അപ്പം നമ്മൾ ആ വായുവില്ലാത്ത ലോകം എന്ന ചാപ്റ്ററിലോട്ട് നോക്കാം. ഞാൻ ആദ്യമേ ഒന്ന് വായിച്ചു തരാം കേട്ടോ. നോക്കണേ. ഭാവനയുടെയും ചിന്തയുടെയും വലിയ ലോകത്തേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്ന കൃതികളിലാണ് കുഞ്ചൻ നമ്പ്യാരുടേത്. തുള്ളൽ എന്ന കലയ്ക്ക് ചിട്ടയും മട്ടും വരുത്തി അതിന് സാഹിത്യരൂപമായ തുള്ളൽ പാട്ടുകൾ എഴുതി ഒരേ സമയം തന്നെ കൗതുകവും ആകാംക്ഷയും വായനക്കാരിലും കേൾവിക്കാരിലും ഉണ്ടാക്കാൻ നമ്പ്യാർക്ക് കഴിഞ്ഞു. 60ഓളം തുള്ളൽ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതിലൊന്നായ ധ്രുവചരിതം തുള്ളൽ കഥയിലെ ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. എന്താ നിങ്ങളെ? ധ്രുവചരിതം തുള്ളൽ കഥയിലെ ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. മനുഷ്യന് ജീവൻ നിലനിർത്താൻ ആവശ്യമായ വായു ഇല്ലാതായാലുള്ള അവസ്ഥ സാധാരണ നമ്മളിൽ ഭയവും സങ്കടവും ഉണ്ടാക്കുക. എന്നാൽ ഈ ഗൗരവമായ അവസ്ഥയെ നമ്പ്യാർ നർമ്മത്തിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഏത് വിഷമാവസ്ഥയും നർമ്മബോധത്തോടെ തരണം ചെയ്യാനുള്ള പ്രേരണ നൽകുന്ന ഒരു കവിതയും കൂടിയാണ് നമ്മുടെ വായുവില്ലാത്ത ലോകം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ധ്രുവചരിതം തുള്ളൽ കഥയിലെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ചോദിക്കത്തില്ല എന്ത് ഈ ധ്രുവചരിതം എന്ന്? ഇത് ഒരു ചെറിയ കഥയാവും നിങ്ങളെ. ഞാൻ ഒന്ന് വായിച്ചു തരാം, നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അതായത് ഉത്താനപാദ മഹാരാജാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ പേരുകൾ ഉത്തമനെന്നും ധ്രുവനെന്നുമാണ്. ഈ ഉത്തമൻ്റെ അമ്മ സുരുചിയും ധ്രുവൻ്റെ അമ്മ സുനീതിയുമാണ്. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം ആ രാജാവ് 2 കല്യാണം കഴിച്ചു. ആ 2 കല്യാണം കഴിച്ചതിലും ഓരോ കുഞ്ഞുങ്ങളുണ്ടായെന്നാണ്. ഒന്നാമത്തെ കുഞ്ഞ് സുരുചിയും രണ്ടാമത്തത് സുനീതിയും കേട്ടോ. അങ്ങനെ കാലം കഴിഞ്ഞു പോയപ്പോൾ ഈ സുരുചി മഹാരാജാവിൻ്റെ പ്രിയപ്പെട്ട പത്നിയാവുകയും അവൾ ഈ സുനീതിയെയും മകൻ ധ്രുവനെയും ഉപദ്രവിക്കുകയും ചെയ്തു. എന്നാലോ ഈ സുനീതിയും മകനും എല്ലാം സഹിച്ച് ദൈവവിശ്വാസത്തിൽ അവര് ഇങ്ങനെ താമസിച്ചു വരികയാണ്. അക്കാലത്ത് ഒരിക്കൽ പിതാവിൻ്റെ മടിയിൽ ഈ ഉത്തമൻ കയറിയിരുന്നു. ഈ ഉത്തമൻ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങളെ? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഉത്തമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തമൻ എന്നും ധ്രുവൻ എന്നും 2 പിള്ളേരുണ്ടായിരുന്നു. സുരുചിയും ഉത്തമൻ്റെ അമ്മ
സുരുചിയും ധ്രുവൻ്റെ അമ്മ സുനീതിയുമാണ്. അപ്പം ഈ സുനീതി പേര് തിരിഞ്ഞു പോകല്ലേ കേട്ടോ, എനിക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ്. അക്കാലത്ത് ഒരിക്കൽ ഈ പിതാവിൻ്റെ മടിയിൽ ഈ ഉത്തമൻ കയറിയിരുന്നു. ഇത് കണ്ട് ധ്രുവനും പിതാവിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ ഓടിച്ചെന്നു. അല്ലേ, പിള്ളേരല്ലേ, അവർക്ക് ആഗ്രഹം കാണത്തില്ലേ, അവർ അടുത്ത ആൾ ഓടിച്ചെന്നു. പക്ഷേ സുരുചി അത് അനുവദിച്ചില്ല. രാജാവ് ധ്രുവനെ അടുക്കലേക്ക് വിളിച്ചതുമില്ല, അദ്ദേഹം അതത്ര കാര്യമാക്കിയതുമില്ല. പക്ഷെ എന്താണെന്നറിയോ, അന്ന് കുമാരന് പ്രായം 5 വയസ്സാണ്. ഈ സുരുചി കോപത്തോടെ പറഞ്ഞു, എൻ്റെ വയറ്റിൽ പിറക്കാത്ത നിനക്ക് എങ്ങനെ ഈ രാജാവിൻ്റെ മടിയിലിരിക്കാൻ പറ്റും, പൊക്കോ. അങ്ങനെ പുറത്തു വിട്ടു. ഈ ധ്രുവൻ അത് വല്ലാത്ത സങ്കടമായി. അവൻ കരഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞു. വിവരമറിഞ്ഞ മകനെ മടിയിലിരുത്തി അമ്മയും കരഞ്ഞു. പക്ഷേ ഈ അമ്മയുടെ കണ്ണുനീർ കണ്ടപ്പോൾ ധ്രുവൻ ഒരു ദൃഢനിശ്ചയമെടുത്തു. തൻ്റെ പിതാവിന് പോലും ലഭിക്കാത്ത അതിവിശിഷ്ടമായ ഒരു സ്ഥാനം നേടിയെടുക്കണം, എൻ്റെ അച്ഛന് പോലും ലഭിക്കാത്ത ഒരു സ്ഥാനം എനിക്ക് നേടിയെടുക്കണമെന്ന്. അതിനുവേണ്ടി എന്ത് ചെയ്തു, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം എന്നുറച്ച് ഈ ധ്രുവൻ വനത്തിലേക്ക് നടന്നു. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകുമ്പോഴത്തേനല്ലേ വനത്തിലോട്ട് പോയി അല്ലേ, നമ്മൾ പണ്ട് ഓരോ ഇപ്പം നിങ്ങൾക്കൊന്നും കൊച്ചു പിള്ളേർക്കൊന്നും അറിയത്തില്ല, നമ്മുടെയൊക്കെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ എടുത്ത് ചോദിച്ചാൽ മതിയായി. ടി വി വെച്ച് കഴിഞ്ഞാൽ എന്താ പിന്നെ ഓം നമഃ ശിവായ, ശ്രീകൃഷ്ണ, ഓരോ ദിവസവും വൈകിട്ട് ഓരോ ഇതിലെ സീരിയലുകളാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾക്കൊക്കെ കുറേയൊക്കെ കഥകൾ അറിയാം കേട്ടോ. അപ്പോൾ എന്താണ്, ഈ കുട്ടി വിഷ്ണുവിനെ പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് ഉടനെ കാട്ടിലോട്ട് പോയി. പക്ഷേ അമ്മയും മറ്റുള്ളവരും തടഞ്ഞിട്ടും നിൽക്കാതെ വനത്തിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് തപസ് തുടങ്ങി. ഈ യമുനയുടെ തീരത്തുള്ള മധുവനത്തിലായിരുന്നു തപസ്. അതികഠിനമായ തപസ്സിൽ ദേവകൾ വ്യാകുലരായി. തപശക്തിയിൽ സൂര്യൻ ചലിക്കാതെയായി, ചന്ദ്രൻ പ്രകാശിക്കാതെയായി. പെട്ടെന്ന് ഭൂമിയടക്കം എല്ലായിടത്തും വായുസഞ്ചാരം നിന്നു. നമുക്ക് പഠിക്കാനുള്ള പാർട്ട് അതാണ്, വായുവില്ലാത്ത ലോകം. ഇപ്പോൾ പിടികിട്ടിയോ, അവിടെ എന്തുവാണ് ഈ വായുവില്ലാത്ത ലോകം എന്താ? യമുനയുടെ തീരത്ത് മധുവനത്തിൽ നമ്മുടെ ഈ കുട്ടി തപസ് ചെയ്യുകയാണ്. അതികഠിനമായ ഈ തപസ് കൂടിയപ്പോൾ ദേവകളെല്ലാം വ്യാകുലരായി. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. തപശക്തിയിൽ സൂര്യൻ പോലും ചലിക്കാതെയായി, ചന്ദ്രൻ പ്രകാശിക്കാതെയായി. പെട്ടെന്ന് ഭൂമിയടക്കം എല്ലായിടവും വായുവിൻ്റെ സഞ്ചാരം അങ്ങ് നിന്നു. ഭൂമിയും ദേവലോകവും നിശ്ചലമെന്ന് കണ്ടപ്പോൾ വിഷ്ണു പ്രത്യക്ഷനായി. അല്ലേ, എന്ത് വരമാണ് വേണമെന്ന് ചോദിച്ചു. അനശ്വരവും ഉത്കൃഷ്ടവുമായ ഒരു സ്ഥാനം എനിക്ക് വേണമെന്ന് ധ്രുവൻ മഹാവിഷ്ണുവിനോട് പറഞ്ഞു. അതനുസരിച്ച് പ്രപഞ്ചത്തിൽ സപ്തർഷികളുടെ വാസസ്ഥലത്തിനു മുകളിൽ ഉത്കൃഷ്ടമായ ഒരു സ്ഥാനം മരണാനന്തരം ഈ ധ്രുവന് ലഭിക്കുമെന്നും ഇപ്പോൾ യുവരാജാവായി രാജ്യം ഭരിക്കണമെന്നും ഉപദേശിച്ചു. ഇപ്പം കിട്ടിയോ? അപ്പം നമ്മുടെ വായുവില്ലാത്ത ലോകം എന്ന് പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ കഥയിലൂടെയാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഭൂമിയിൽ വായു നിലച്ചു, ആർക്കും ശ്വസിക്കാനാവുന്നില്ല. ആ ഒരു നിമിഷം എല്ലാ ജനങ്ങളും എങ്ങനെയായി എന്നാണ് കവി ഇവിടെ പറയുന്നത്. നമുക്ക് പാഠത്തിലോട്ട് കയറാം. നോക്കൂ നിങ്ങൾ ഈ കഥ നല്ലപോലെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ കഥ സ്വന്തമായിട്ടൊക്കെ എഴുതാനറിയാമോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് കഥ ആദ്യമൊക്കെ വായിക്കുമ്പോൾ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും കേട്ടോ, അക്ഷര തെറ്റ് വരും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, 3-4 വട്ടം എഴുതി ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം നോക്കിയേ, വായുവിൻ്റെ സഞ്ചാരം എല്ലായിടത്തും അവസാനിച്ചതിനാൽ ദാരുണമായ ഒരു അവസ്ഥ ഭൂമിയിലുണ്ടായി. കൊത്തിവെച്ച മരപ്പാവകൾ പോലെ മനുഷ്യർക്ക് ഒരനക്കവും ഇല്ലാതിരുന്നു. ചോറ് ഉണ്ടുകൊണ്ടിരുന്ന ആള് വാ തുറന്ന് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കയ്യിൽ ഉരുളയും വെച്ച് മിണ്ടാതെ അങ്ങ് ഇരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ആള് തൂക്കിയിട്ട മരപ്പാവയെ പോലെ അനങ്ങാതെ ഇരിക്കുകയാണ്. മുണ്ടു ഞൊറിഞ്ഞ് ഉടുക്കുവാൻ ശ്രമിച്ച ആള് മുണ്ടു ഞൊറിഞ്ഞ് പിടിച്ച് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. വഞ്ചിയുടെ പങ്കായം എടുത്തുകൊണ്ട് തുഴയാൻ ഓടിച്ചെന്നവർ ഒരു തടി കിടക്കുന്നത് പോലെ വഞ്ചിയിൽ ഇങ്ങനെ കിടന്നു. വെള്ളത്തിൽ ചിലർ മുങ്ങി തന്നെ അനക്കമില്ലാതെ എന്നെ കിടക്കുന്നു. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതിന് മുമ്പ് മാരുത സഞ്ചാരം എന്നതിലാണ് അങ്ങനെ കിടക്കേണ്ടി വന്നത്. എണ്ണ തേക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കുന്നു, കണ്ണിടുന്നവർ അങ്ങനെ ഇരിക്കുന്നു. കഞ്ഞി കുടിക്കാൻ മുഖം പാത്രത്തിലേക്ക് പതുക്കെ കുനിച്ചവർ അങ്ങനെ തന്നെ ഇരിക്കുന്നു. പാട്ട് പാടുന്ന ആള് കൈ കർണപുടത്തിൽ വെച്ച് വായും പിളർന്ന് അങ്ങനെ നിൽക്കുന്നു. നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നല്ലേ. മദ്ദളം കൊട്ടുന്ന വിദ്വാന് കഴുത്തിൽ മന്ദളവും ഇട്ട് അങ്ങനെ നിൽക്കുന്നു. കുഴൽ വിളിക്കുന്ന കുഴൽക്കാരന് കാല് കവച്ചു വെച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കുന്നു. അത്ഭുതമായിരിക്കുന്നു. എല്ലാ ജനങ്ങളും ഒരു ചിത്രത്തിൽ എഴുതിയതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലായോ? ഇപ്പം ഇതാണ് കുഞ്ഞുങ്ങളെ കഥ. അപ്പം നമുക്ക് ഇതിനകത്തിലെ ചോദ്യങ്ങൾ ഏകദേശമൊക്കെ, അതായത്
എന്താ ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാനും അല്ലെങ്കിൽ എന്താ കടങ്കഥകളെക്കുറിച്ച് എഴുതാനും ഒക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ പാഠത്തിലോട്ട് പാടാം. നോക്കിക്കേ, കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ ആരാണ്? തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. 18-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഞാൻ ആകെ പ്രധാനപ്പെട്ട 3 വരി എഴുതിയിട്ടുള്ളൂ, അതെങ്കിലും പഠിക്കണം കേട്ടോ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. 18-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. ജനകീയ കവി, കവിത ചാട്ടവാറാക്കിയ കവി എന്നിങ്ങനെയും അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കി, ആസ്വാദനം എഴുതാം. അതായത് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാലേ, വായുവില്ലാതായപ്പോൾ എന്ന കവിതയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയത്? ഇപ്പം ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായോ അതെല്ലാം എഴുതണം കേട്ടോ. തുള്ളൽ ഒരു ദൃശ്യകലയാണ്. ആ കലയ്ക്ക് വേണ്ടി എഴുതിയ കവിതയാണ് അഥവാ പാട്ടാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ദൃശ്യത്തിന് പ്രാധാന്യം നൽകുന്ന വാഗ്മയ ചിത്രങ്ങളാണ് പാഠഭാഗത്തുള്ളത്. കവിത ആസ്വദിക്കുന്നതിന് അർത്ഥത്തിൽ അല്ലെങ്കിൽ ദൃശ്യഭംഗിയിൽ, താളഭംഗിയിൽ, ഈണത്തിലൊക്കെയാണ്. വായിക്കുമ്പോൾ ആസ്വാദകൻ്റെ മനസ്സിൽ ആഹ്ലാദം നിറയ്ക്കുന്നുവെങ്കിൽ ആ കവിത ആസ്വാദ്യം തന്നെ. നമ്മളൊരു കവിതയോ അല്ലെങ്കിൽ പോട്ടെ ഒരു സിനിമാ പാട്ടോ ഒക്കെ കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ആ പാട്ട് നമുക്ക് ഒന്നുകൂടി കേൾക്കാൻ തോന്നില്ലേ? അത്രയേ ഉള്ളൂ. എന്താ ഒന്നുകൂടെ വായിക്കാം. തുള്ളലൊരു ദൃശ്യകല. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് വായുവില്ലാത്ത ലോകമാണ്. അത് എഴുതിയത് കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാർ ആരാന്ന് ഞാനൊരു 3 വരി തന്നിട്ടുണ്ട്. അപ്പം തുള്ളൽ ഒരു ദൃശ്യകലയാണ് അല്ലേ? ഈ കലയ്ക്ക് വേണ്ടി എഴുതിയ ഒരു കവിതയാണ്, അല്ലെങ്കിൽ ആ കലയ്ക്ക് വേണ്ടി എഴുതിയ ഒരു കവിതയാണ് അഥവാ പാട്ടാണ് പാഠഭാഗം. ദൃശ്യത്തിന് പ്രാധാന്യം നൽകുന്ന വാഗ്മയ ചിത്രങ്ങളാണ് പാഠഭാഗത്തുള്ളത്. കവിത ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ ആസ്വദിക്കുന്നത് ഒന്നുകിൽ അതിൻ്റെ അർത്ഥത്തിലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യഭംഗിയിലായിരിക്കും, അല്ലെങ്കിൽ താളഭംഗിയിൽ, ഈണത്തിലൊക്കെ ആയിരിക്കും. വായിക്കുമ്പോൾ ഒരു ആസ്വാദകൻ്റെ മനസ്സിൽ ആഹ്ലാദം നിറയ്ക്കുന്നുവെങ്കിൽ ആ കവിത ആസ്വാദ്യം തന്നെയാണ്. ഓക്കെ ആണോ? ഇനി മർത്യജനങ്ങൾക്ക് കണക്കില്ലാതായത് എപ്പോഴാണ്? ലോകത്തെല്ലാം വായുസഞ്ചാരം ഇല്ലാതായപ്പോൾ മനുഷ്യർക്ക് ആകമാനം ചലനം അങ്ങില്ലാതായി അല്ലേ? ഓരോരുത്തരും എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അവർ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു എന്നാ പറയുന്നത്. അത് നമ്മൾ ആ കഥയ്ക്കകത്ത് പറഞ്ഞില്ലേ? അപ്പം നിങ്ങൾക്ക് ആ കഥ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ അറിയണം കേട്ടോ. അപ്പോൾ അത് നോക്കണേ. പിന്നെ അപ്പോൾ ഇപ്പോൾ ഈ പാഠഭാഗത്തിനകത്തിലേ വായുവില്ലാത്ത ലോകത്തിൻ്റെ ഒരു കുറിപ്പ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ ഒരു വിശകലനം ചെയ്യാനോ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഈ കവിതയ്ക്കകത്തിൽ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം എഴുതി വെക്കണം കേട്ടോ. എത്ര എഴുതുന്നതോ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ പാഠഭാഗത്തിനകത്തിൽ ഒരു 3-4 പദപരിചയമുണ്ട്. അതായത് മാരുതൻ വായു, കരം കയ്യ്, കുണ്ട് എന്ന് വെച്ചാൽ കുഴി, വിസ്മയം അത്ഭുതം, മർത്യൻ മനുഷ്യൻ, ശമിക്കുക അവസാനിക്കുക. അപ്പോൾ ഇത്രയും മിനിമം ഒത്തിരിയും മീനിങ് ഉണ്ടോ നിങ്ങളെ? ഞാൻ ചെറുത് നോക്കി നിങ്ങൾക്ക് തന്നാണ്. മിനിമം അത്രയെങ്കിലും പഠിച്ചിരിക്കണം കേട്ടോ. വായുവില്ലാത്ത ലോകത്തിനകത്തിലെ മീനിങ് ആണ് ഇത്രയും. നോക്കടുത്ത് കുറിപ്പ് എഴുതുക. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചൊരു കുറിപ്പ് എഴുതാൻ. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽപ്പാട്ടിലെ ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. പെട്ടെന്ന് ഭൂമിയിൽ വായുവില്ലാതായാൽ എന്തെല്ലാം സംഭവിക്കുമെന്നാണ് കവി ഇവിടെ വിവരിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യർ ഓരോ കർമ്മവും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ആ സമയത്ത് മാരുതൻ എന്ന് വെച്ചാൽ കാറ്റാണ്. മാരുതൻ നിന്നു പോയാൽ എന്തായിരിക്കുമെന്നാണ് കവി ഇവിടെ വിവരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കുമ്പോൾ എഴുതേണ്ടത് കേട്ടോ. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽപ്പാട്ടിലെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പെട്ടെന്ന് ഭൂമിയിൽ വായു ഇല്ലാതായാൽ എന്തെല്ലാം സംഭവിക്കുമെന്നാണ് കവി ഇവിടെ വിവരിക്കുന്നത്. പിന്നെ ഭൂമിയിൽ മനുഷ്യർ ഓരോ കർമ്മവും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ആ സമയത്ത് മാരുതൻ നിന്നുപോയാൽ എന്തായിരിക്കുമെന്നുമാണ് കവി ഇവിടെ വിവരിക്കുന്നത്. അടുത്ത വായു എന്ന് പറയുന്നതിന് മറ്റു വാക്കുകൾ എന്തെല്ലാമാണ്? മാരുതൻ കാറ്റ്, സമീരണൻ, കയ്യ് കരം, ബാഹു ജലം, വെള്ളം, തണ്ണീർ, കണ്ണ്, നേത്രം, നയനം. ഇനി ഏതെങ്കിലും ഒരു കലാരൂപത്തിൻ്റെ പേരെഴുതിയിട്ട് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കലാരൂപം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തുള്ളലാണ് അല്ലേ? തുള്ളൽ. അപ്പോൾ കേരളത്തിൽ ഒരു പാരായണ നൃത്ത കലാരൂപമാണ് തുള്ളൽ. 18-ാം നൂറ്റാണ്ടിൽ മലയാളത്തിൻ്റെ പ്രശസ്ത കവി കുഞ്ചൻ നമ്പ്യാരാണ് ഇത് ആവിഷ്കരിച്ചത്. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ 3 തരം കഥാരൂപങ്ങൾ നമുക്ക് തുള്ളലിൽ ഉണ്ടെന്നാണ്. കേരളത്തിലൊരു പാരായണ നൃത്ത കലാരൂപമാണ് തുള്ളൽ. പിന്നെ 18-ാം നൂറ്റാണ്ടിൽ മലയാളത്തിൻ്റെ പ്രശസ്ത കവി കുഞ്ചൻ നമ്പ്യാരാണ് ഇത് ആവിഷ്കരിച്ചത്.
3 തരത്തിലുള്ള തുള്ളലുണ്ട്. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ 3 തരം തുള്ളലുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ, അതായത് വായുവില്ലാത്ത ലോകം എന്ന് പറയുന്ന പാഠത്തിൻ്റെ നോട്ട്. അടുത്ത അതുപോലെ തന്നെ ഒരു കഥയാണ് കടങ്കഥ. എന്താണ് കടങ്കഥ? കടങ്കഥ എന്ന് വെച്ചാൽ കടങ്കഥകൾ ചൊല്ലി മത്സരിക്കുകയും വിനോദിക്കുകയും ചെയ്യുക എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അല്ലേ. അതൊരു നാട്ടുശീലമാണ്. ഒരു മുത്തച്ഛനും കുട്ടികളും കടങ്കഥ ചൊല്ലി കളിക്കുന്നതാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ നമ്മുടെ നാടോടിക്കഥകളും ഐതിഹ്യങ്ങളും എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഈ കടങ്കഥ എന്ന് പറയുന്നത്. മുത്തച്ഛനും കുട്ടികളും കടങ്കഥകൾ ചൊല്ലി രസിക്കുന്നതാണ് പാഠഭാഗം. മുത്തച്ഛൻ ഒത്തിരി കടങ്കഥകൾ പറഞ്ഞു. കുട്ടികൾ അതിനെല്ലാം ഉത്തരവും പറഞ്ഞു. അവസാനം കുട്ടികളെ പരീക്ഷിക്കാൻ വേണ്ടി മുത്തച്ഛൻ ഒരു കടങ്കഥ അവരോട് ചോദിച്ചു. തലയില്ലാത്തവൻ ചെവിയാട്ടിയാട്ടി എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം പറ എന്നാണ്. അതിൻ്റെ ഉത്തരം പറ എന്നാണ്. പക്ഷെ മുത്തച്ഛൻ തന്നെ ഉത്തരം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരുടെ മത്സരം അവസാനിച്ചു എന്നാ പറയുന്നത്. ചോദ്യം ഏതാ? തലയില്ലാത്തവൻ ചെവി ആട്ടിയാട്ടി. അതിൻ്റെ ആൻസർ പറ എന്ന് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ഒരു 5-6 പഴഞ്ചൊല്ലുകളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. സ്വന്തമായിട്ട് ഇപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു 5-6 പഴഞ്ചൊല്ല് എഴുതാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം പാഠം അതാണ്. അപ്പം പഴഞ്ചൊല്ല് എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിൽ. അപ്പോൾ സാധാരണ ഭാഷയും കടങ്കഥയിലെ ഭാഷയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ചോദ്യം. സാധാരണ ഭാഷയും ഈ കടങ്കഥയിലെ ഭാഷയും തമ്മിലുള്ള വ്യത്യാസം. കടങ്കഥയിലെ ഭാഷ കവിതയോട് സാമ്യമുള്ളതും ചൊല്ലാൻ എളുപ്പമുള്ളതും കർണസുഖം തരുന്നതുമാണ്. വായിക്കുന്നതും ഒരുപോലെയാണ്. ഇതാണ് കടങ്കഥയിലെ ഭാഷ കവിതയോട് സാമ്യമുള്ളതാണ്, ചൊല്ലാൻ എളുപ്പം, കർണസുഖം തരുന്നു, വായിക്കുന്നത് ഒരുപോലെയാണ്. ഉദാഹരണത്തിന് ആനയ്ക്കും നിലയില്ല, പാപ്പാനും നിലയില്ല, പിന്നെ കുഞ്ഞിക്കണ്ണന് അരയോളം വെള്ളം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ. അതെന്ന് വെച്ചാൽ വായിക്കുമ്പോൾ നമുക്ക് ഒരേ താളത്തിലും ഒരേ രീതിയിലും വരണമെന്നാണ്. കാവ്യഭാഷയിലാണ് എല്ലാ കടങ്കഥകളും എന്നതാണ് പ്രത്യേകത. അതിൻ്റെ സാധാരണ ഭാഷ മലയാളം തന്നെ. എഴുതിയെടുക്കണേ. സാധാരണ ഭാഷയ്ക്കും കടങ്കഥയിലെ ഭാഷയ്ക്കും തമ്മിൽ സാമ്യമുണ്ട്. ചൊല്ലാൻ എളുപ്പമാണ്, കർണസുഖം തരുന്നു, വായിക്കുന്നത് ഒരുപോലെയാണ്. ഉദാഹരണത്തിന് ആനയ്ക്കും നിലയില്ല, പാപ്പാനും നിലയില്ല അല്ലേ. പിന്നെ കുഞ്ഞിക്കണ്ണന് അരയോളം വെള്ളം. അതിൻ്റെ ആൻസർ തവളയെന്നാണ്. അതെന്താ? ഒരു കടങ്കഥയാണ് കേട്ടോ. കാവ്യഭാഷയിലാണ് എല്ലാ കടങ്കഥകളും എന്നതാണ് ഒരു പ്രത്യേകത. അതിൻ്റെ സാധാരണ ഭാഷ മലയാളം തന്നെ. ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊരു 5-6 കടങ്കഥ പഠിച്ചു വെക്കണമെന്നുണ്ടേ. ഇവിടെ ഞാൻ 5 ചെറിയത് നോക്കി ഒരു 5 എഴുതി വെച്ചിട്ടുണ്ട്. ആനയ്ക്കും നിലയില്ല, പാപ്പാനും നിലയില്ല, കുഞ്ഞിക്കണ്ണൻ അരയോളം വെള്ളം എന്ന് പറയുന്ന നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണ്. തവള. മുറ്റത്തെ ചെപ്പിനടപ്പില്ല, കിണർ. മുള്ളുണ്ട് മുരിക്കല്ല, പാവയ്ക്ക. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. കൺപീലിയാണ്. മുള്ളുണ്ട് മുരിക്കല്ല, കൊമ്പുണ്ട് കുത്തില്ല, പാലുണ്ട് പശുവല്ല, ഞാൻ ആരാണ്? ചക്കയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 5 കടങ്കഥകൾ മിനിമം പഠിച്ചു വെച്ചിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 എണ്ണം പഠിച്ചു വെക്കുക. അപ്പോൾ ആ പാഠത്തിനകത്തിൽ അത്രയൊക്കെ മതിയോ നിങ്ങളെ കേട്ടോ. ആ കടങ്കഥ എഴുതാനും അതിനെക്കുറിച്ചൊക്കെ ഉള്ളതാണ്. അതിനകത്തിൽ വലിയ നോട്ട് എഴുതത്തക്കതായിട്ടൊന്നുമില്ല. അടുത്ത നോക്കിക്കേ. അടുത്ത പാഠം നീർനാഗം എന്നാണ്. എന്താണ് നീർനാഗം? ഇത് എഴുതിയത് നല്ലൊരു കഥയാണ്. നീർനാഗം എഴുതിയത് ആരാണ്? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയാണ് കേട്ടോ. വൈക്കം മുഹമ്മദ് ബഷീർ. അതായത് നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നാണ് ചൊല്ല്. അതിൻ്റെ അർത്ഥം ഇതാണ്. നിസ്സാരമായ ആളുകൾ വിചാരിച്ചാലും നല്ല ഒരു കാര്യം മുടക്കാൻ കഴിയുമെന്ന്. നീർക്കോലി കടിച്ചാൽ വൈകുന്നേരം ഉപവാസം ഇരിക്കണം, പിറ്റേന്നേ ഭക്ഷണം കഴിക്കാനാവും. അത്താഴം എന്ന വാക്കിന് വൈകുന്നേരത്തെ ഭക്ഷണം എന്നാണ് അർത്ഥം. നീർക്കോലിക്കുള്ള മറ്റൊരു പേരാണ് പാഠഭാഗത്തിലെ നീർനാഗം എന്നത്. കഥാകാരൻ നൽകിയതാണ് ഈ പേര്. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. നോക്കൂ, ബഷീറിൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ സംഭവമാണ് ഈ അനുഭവ വിവരണ കഥയ്ക്ക് അടിസ്ഥാനം. ബഷീറിന് 7 വയസ്സുള്ളപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ്. അവൻ മൂർഖൻ പാമ്പിന് പകരം നീർക്കോലിയെ കാണിച്ച് കാശ് വാങ്ങി. ഈ നീർക്കോലി എന്ന് പറഞ്ഞാൽ ആരും ഒന്നും നോക്കത്തുപോലുമില്ല. അങ്ങനെ അവൻ അതിനെ നീർനാഗമെന്ന് വിളിച്ചു. ബഷീർ ഒരു നീർക്കോലിയെ പിടിച്ച് വീട്ടിൽ ബാപ്പ നിസ്കരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. ബാപ്പ നിസ്കരിച്ചു കഴിഞ്ഞ് ബഷീറിൻ്റെ ഉമ്മയെ വിളിച്ചു കാര്യം തിരക്കി.
ബഷീർ ആയിരിക്കും എന്ന് അവർ പറയുകയും ചെയ്തു. ബഷീറിനോട് വിവരങ്ങൾ ചോദിച്ചു. അടിയും മേടിച്ച് കുറേ കൂട്ടി. പക്ഷെ നീർക്കോലിയെ കൊണ്ടുവന്ന് തോട്ടിൽ വിടൂ എന്ന് ബാപ്പ പറഞ്ഞു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു ജീവിയെയും ദ്രോഹിക്കരുതെന്ന് പറഞ്ഞു. ബഷീർ അത് കേട്ടു, അത് ഉൾക്കൊണ്ടു. ഇതാണ് നാഗത്തിൻ്റെ ഉള്ളടക്കം. ഈ കഥയുടെ ചുരുക്കം അതാണ്. ടെസ്റ്റ് നിങ്ങൾ വായിക്കണം കേട്ടോ. അപ്പോൾ നോക്കിയേ, കഥ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എന്താണ് ഇതിൽ ചിരിപ്പിച്ച സംഭവം? പാമ്പിനെ എടുത്തുകൊണ്ട് വന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ കീഴിൽ കൊണ്ടുവച്ചതൊക്കെ ചിരിക്കുന്ന സംഭവങ്ങളല്ലേ. അപ്പം നോക്കിക്കേ, നമുക്ക് പാഠത്തിലോട്ട് കയറാം. ഇവിടെ നീർനാഗം എന്ന് വെച്ചാൽ വെള്ളത്തിലെ പാമ്പാണ്. നാഗം എന്നാൽ പാമ്പാണ്. ലേശം എന്നാൽ അല്പം. സന്നിധി എന്ന് വെച്ചാൽ മുമ്പിൽ. ദ്രോഹിക്കരുതെന്ന് വെച്ചാൽ ഉപദ്രവിക്കരുത്. വഹിക്കുക എന്ന് വെച്ചാൽ കൊണ്ടുപോവുക. നീർനാഗം എന്ന കഥയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ നൽകുന്ന സന്ദേശം എന്ത്? അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ ഒന്നിനെയും കാരണം കൂടാതെ നമ്മൾ ദ്രോഹിക്കരുത് എന്ന സന്ദേശമാണ് ബഷീർ നീർനാഗം എന്ന കഥയിലൂടെ നമുക്ക് നൽകുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് എന്ന സന്ദേശമാണ് ബഷീർ നീർനാഗം എന്ന കഥയിലൂടെ പറയുന്നത്. പിന്നെയോ 2, ബഷീറിൻ്റെ ബാപ്പ എപ്പോഴാണ് നീർനാഗത്തെ കാണുന്നത്? ബഷീറിൻ്റെ ബാപ്പ ഉച്ച സമയത്തെ നമസ്കാരത്തിന് വേണ്ടി നിസ്കാരപ്പായ വിരിച്ച് അതിൽ കയറി നിന്നപ്പോഴാണ് നീർനാഗത്തെ കണ്ടത്. നിങ്ങളെ ബഷീറിൻ്റെ ബാപ്പ എപ്പോഴാണ് നീർനാഗത്തെ കാണുന്നത്? ബഷീറിൻ്റെ ബാപ്പ ഉച്ച സമയത്തെ നമസ്കാരത്തിന് വേണ്ടി നിസ്കാരപ്പായ വിരിച്ച് അതിൽ കയറി നിന്നപ്പോഴാണ് നീർനാഗത്തെ കണ്ടത്. നീർക്കോലിക്ക് നീർനാഗം എന്ന് പേര് കൊടുത്തത് ആരാണ്? തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരാൾ, അതായത് ഒരു പാമ്പാട്ടി, മൂർഖൻ പാമ്പിനെ ഒരു കുട്ടയിലാക്കി തലയിൽ വെച്ച് ഉറങ്ങുകയായിരുന്നു. അയാളുടെ മൂർഖൻ പാമ്പിനെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. ജീവിക്കാൻ നിവർത്തിയില്ലാതെ അയാൾ നീർക്കോലിയെ പിടിച്ച് എന്ത് ചെയ്തു? അതൊക്കെ എഴുതിയെടുക്കണ്ട കേട്ടോ. നീർക്കോലിയെ പിടിച്ച് നീർക്കോലിയെ പിടിച്ച് നിങ്ങളെ പിടിച്ച് ചന്തയിൽ കൊണ്ടുവന്നിട്ട് പാമ്പ് കളിക്ക് കൊണ്ടുവന്നു. അയാളാണ് പാമ്പ് കളിക്കാൻ വേണ്ടി അയാൾ അതിനെ പിടിച്ചു കൊണ്ടുവന്നു. അയാളാണ് നീർക്കോലിക്ക് നീർനാഗമെന്ന് പേരിട്ടതെന്ന്. ഇനി നിങ്ങളോട് ചോദിക്കും കേട്ടോ, പദപരിചാണ്ട് ഇതുപോലെ ബഷീറിൻ്റെ ബാപ്പയെക്കുറിച്ച് ഒരു പദസൂര്യൻ തയ്യാറാക്കാൻ. മുമ്പ് നമ്മൾ ഒരെണ്ണം പഠിച്ചില്ലേ? ഏതാ? കടങ്കഥയ്ക്ക് മുമ്പേ ഒരെണ്ണം വായുവില്ലാത്ത അതുപോലെ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചും ഒരു പദസൂര്യൻ തയ്യാറാക്കാൻ ചോദിക്കും കേട്ടോ. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പദസൂര്യൻ 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് കാണും കേട്ടല്ലോ നിങ്ങളെ. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ പഠിച്ചു വെച്ചേക്കണം. മോഡൽ മാത്രം പോരാ, അതിനകത്ത് എന്തൊക്കെയാണ് കണ്ടന്റ് വേണ്ടുന്നതെന്ന് പറയണം കേട്ടോ. നോക്കിക്കേ, ജീവികളോട് സ്നേഹമുള്ള ആളാണ് നമ്മുടെ ബഷീറിൻ്റെ ബാപ്പ. അതുപോലെ തന്നെ ഈശ്വര വിശ്വാസിയുമാണ്. നല്ല നർമ്മബോധമുള്ള ഒരാളാണ്. ഉത്തരവാദിത്വമുള്ള ഒരാളാണ്. ജീവികളോട് സ്നേഹമുള്ള ആളാണ്. സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു പിതാവുമാണ്. നിങ്ങൾക്ക് എന്തോ അറിയാവോ അതെല്ലാം സൂര്യൻ പോലെ എഴുതി വെക്കണം. നമുക്കിവിടെ സ്പേസ് കുറവ്, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതിയത്. കറക്റ്റ് സൂര്യൻ പോലെ തന്നെ നിൽക്കണം കേട്ടോ. ഇനിയിപ്പം ചന്ദ്രനാന്ന് വിചാരിച്ചാരും പേടിക്കണ്ട. അതിനകത്ത് വരച്ചിട്ടിട്ടങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അയ്യോ, ഞാൻ എഴുതി പോയപ്പോൾ അത് ചന്ദ്രനായിപ്പോൾ ഒന്ന് പേടിക്കണ്ട. നമ്മളുടെ പദസൂര്യൻ ചോദിച്ചെങ്കിൽ ആണെങ്കിൽ ആരോ മാർക്ക് ഇട്ടിട്ട് സ്ഥലം ഉള്ളിടത്തൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ബഷീറിൻ്റെ ബാപ്പയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനകത്തിൽ ആസ്വാദനക്കുറിപ്പും അല്ലെങ്കിൽ ഡയറി എഴുതുക, പോസ്റ്റർ എഴുതുക, ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം കാണും കേട്ടോ. പദസൂര്യൻ തയ്യാറാക്കുക. നിങ്ങൾ 5ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതുമല്ലേ? ഇതുവരെ 4ാം ക്ലാസ്സിലുള്ള രീതിയിലൊന്നും അല്ലായിരിക്കും ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കും പുസ്തകത്തിലെ 5-6 ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ആൻസറാ ചോദിക്കുന്നതെന്ന്. അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല നിങ്ങളെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം കാണുമ്പോൾ എന്തായാലും ഞെട്ടും. കാരണം നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല ക്വസ്റ്റ്യനിൽ കേട്ടോ. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ബഷീറിൻ്റെ ബാപ്പയെക്കുറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് എഴുതിക്കോണം. അല്ല അറിയാൻ വയ്യ എന്നും പറഞ്ഞിരിക്കരുത്. ബഷീറിൻ്റെ ബാപ്പയെ സംബന്ധിച്ച് എന്ത് ചോദിച്ചാലും നമ്മൾ ഈ പഠിച്ച കുറിപ്പൊക്കെ എഴുതണം കേട്ടോ. അല്ല അറിയാൻ വയ്യ, നീർനാഗത്തെക്കുറിച്ച് ചോദിക്കുമ്പം നിങ്ങൾക്ക് എന്തോ അറിയാവോ അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എഴുതുക. അറിയാൻ വയ്യ എന്നും പറഞ്ഞ ഒറ്റ ക്വസ്റ്റ്യൻ ആൻസറും വിടരുത് കേട്ടോ. ബഷീറിൻ്റെ ബാപ്പയുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ബഷീറിൻ്റെ ബാപ്പയ്ക്ക് ഒരാളുടെ സഹിക്കാനാവില്ല. അത് ഉടൻ തിരുത്തണമെന്ന് നിർബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അടുത്ത വീട്ടിൽ ചങ്ങാതിമാരോടൊത്തിരുന്ന ഈ ബഷീറിനെ അലർച്ചയോടെയാണ് ഈ ബഷീറിന്റെ ബാപ്പ എപ്പോഴും വിളിച്ചിരുന്നത്. എന്നാൽ സ്നേഹമുള്ളൊരു പിതാവുമാണ്. മക്കളുടെ തെറ്റ് കണ്ടില്ലെന്ന് നടിക്കുന്നത് സ്നേഹമുള്ളൊരു പിതാവിന്റെ ലക്ഷണമല്ല.
ബഷീറിനെ കൊണ്ട് നീർനാഗത്തെ തോട്ടിൽ വിടുന്ന രംഗം മതി ഇതിനുദാഹരണം. നർമ്മബോധമുള്ള ഒരാളാണ് ബഷീറിന്റെ ബാപ്പ. അതുകൊണ്ടാണ് ബഷീറിന്റെ ഉമ്മയോട് നീർക്കോലിക്കും കൂടി കുറച്ച് പാല് കൊടുക്കാൻ ആ കഥയിൽ പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹം ഒരു ദൈവസ്നേഹിയാണ്. നീർക്കോലിയെ തോട്ടിൽ വിട്ടിട്ട് വന്നു നിൽക്കുന്ന മകനോട് അദ്ദേഹം പറയുന്നുണ്ട്, എന്താ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ഉപദ്രവിക്കരുത് എന്ന് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ അറിയാവോ അത് എഴുതി വെക്കണം കേട്ടോ. ഒന്നും അറിയാൻ വയ്യാന്ന് പറഞ്ഞിരിക്കില്ലേ നിങ്ങളെ. ഇപ്പം തന്നെ ബഷീറിൻ്റെ ബാപ്പയെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം എഴുതാൻ അറിയാവോ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ പേടി കേട്ടോ. നിങ്ങൾക്ക് എഴുതാൻ അറിയാവോ നിങ്ങളെ? ഒരു വരി പഠിച്ചു കഴിഞ്ഞാൽ അത് എഴുതാൻ അറിയാവോ? ആദ്യമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വരും, തെറ്റ് വള്ളി ഇപ്പുറത്തിടുന്നതിനപ്പുറമൊക്കെ ഇടും, ഓക്കെ. പക്ഷേ അത് അങ്ങനെ അങ്ങ് ജീവിതകാലം മൊത്തം നമ്മളങ്ങ് കുറേ ട്രൈ ചെയ്യണം, എഴുതി കുറേ ട്രൈ ചെയ്യണം കേട്ടോ. എങ്കിലേ നമുക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ, ഇതെന്തായാലും സ്വന്തമായിട്ട് എഴുതാനാണ്. അപ്പം നിങ്ങൾ എന്താ എഴുതി തന്നെ പഠിക്കണം. അപ്പം നീർനാഗത്തിൻ്റെ ആ ക്വസ്റ്റ്യൻ ആൻസർ നല്ലപോലെ അറിയണം. പിന്നെ അതുപോലാണ് എന്താ, നീർക്കോലിക്ക് നീർനാഗം എന്ന പേര് കിട്ടാനും ബഷീറിൻ്റെ ബാപ്പ എപ്പോഴാണ് നീർനാഗത്തെ കാണുന്നതെന്നും നീർനാഗം എന്ന കഥയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ നൽകുന്ന സന്ദേശം എന്താണെന്നും ബഷീറിൻ്റെ ബാപ്പയുടെ ഒരു പദസൂര്യൻ തയ്യാറാക്കാനും കേട്ടോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താ നിങ്ങളെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രൊഫൈല്, ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, ഈ ഏതൊരു വ്യക്തിയുടെ ജീവചരിത്രക്കുറിപ്പ് ചോദിച്ചാലും ആദ്യമേ അദ്ദേഹം ആരാണോ അവർ ജനിച്ച ഡേറ്റ് ആണ് എഴുതേണ്ടത് കേട്ടോ. പിന്നെ അദ്ദേഹം എന്താണ്, ജനിച്ചതിന് ശേഷം അമ്മയുടെ അച്ഛൻ്റെയും പേര്, പിന്നെ പഠിക്കുന്ന സ്കൂൾ വല്ലോൻ്റെ പേര് വല്ലതും അറിയാമെങ്കിൽ അത് എഴുതണം. പിന്നെ കുട്ടിക്കാലത്തെക്കുറിച്ച് വല്ലതും, പിന്നെ തുടർന്നുള്ള പഠിത്തത്തെക്കുറിച്ച്, നോവലുകളോ വല്ലതും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് ജോലി കിട്ടിയിട്ടുണ്ടോ, ബഹുമതികൾ വല്ലതൊക്കെ കിട്ടിയിട്ടുണ്ടോ, അതെല്ലാം എഴുതിയതിന് ശേഷം അവസാനം അദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചതും കൂടി എഴുതണം. അതിനെയാണ് ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുന്നത്. മരിച്ചിട്ടില്ലെങ്കിൽ വെറുതെ തല്ലിക്കൊല്ലല്ലോ കേട്ടോ. മരിച്ചെന്നെങ്കിൽ മാത്രമേ എഴുതാവേ. ചില കുട്ടികൾ അതും എഴുതുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയൊന്നും എഴുതി വെക്കല്ലേ. അപ്പം നമ്മൾ ഇന്ന് 3 പാഠത്തെക്കുറിച്ച് പഠിച്ചു. പിന്നെ നിങ്ങൾക്ക് എന്താ, കുറിപ്പ് എഴുതാൻ എന്തായാലും ചോദിക്കും. നിങ്ങൾ കഥകൾ നല്ല, ഈ 3 കഥയും നല്ല, 3 അല്ല, ഇപ്പം ഞാനൊരു 6 പാഠം പഠിപ്പിച്ചില്ലോ നിങ്ങളെ. ആ കഥ നല്ലതുപോലൊക്കെ പഠിക്കണം കേട്ടോ. കാരണം ഏത് രീതിയിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്കറിയത്തില്ല. ടെസ്റ്റ് നല്ലപോലെ പഠിച്ചിട്ട് എഴുതാൻ അറിയാവുന്ന കുട്ടികൾക്കും ഫുൾ മാർക്കും കിട്ടും. നല്ലതുപോലെ പഠിച്ചിട്ട് പോവുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ ഏത് വിഷയം ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ, ഒന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു നോട്ട് താന്ന് കമൻറ്റ് ബോക്സിൽ തന്നാൽ ആ വിഷയത്തിൻ്റെ നോട്ട് ഞാൻ എവിടുന്നെങ്കിലുമൊക്കെ ഒപ്പിയെടുത്ത് തരാം കേട്ടോ. അപ്പോൾ അറിയാൻ വയ്യാത്ത കുട്ടികൾ എന്നോട് പറ. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പം സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ ഇന്ന ക്വസ്റ്റ്യൻ എന്തോ അത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒട്ടും അറിയാൻ വയ്യ, ഹിന്ദി ഒന്നും അറിയാം, എന്തെങ്കിലും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്നിടും കേട്ടോ. ഞാൻ പ്രധാനപ്പെട്ടതൊക്കെ എഴുതിയെടുത്ത് നിങ്ങൾക്ക് തരാം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ, താങ്ക് യു.